ഓഹോ, എന്റെ മുഖത്തിൽ അക്കുണ്ട്, എന്റെ നാക്കിൽ കിക്കുണ്ട്. എന്നെ തടയാൻ ആർക്കാണ് കഴിയുക? വെട്ടി വിഴുങ്ങാം ഈ പഴം. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനും അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായി പാടമുണ്ടായിരുന്നു. എന്നാൽ എന്ത് കൃഷി ചെയ്താൽ ജീവിതം നന്നാകുമെന്നറിയാതെ ഉണങ്ങിയ പാടത്ത് അവർ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ നിന്ന് മറ്റു കുറുക്കന്മാർ അടിച്ചോടിച്ച ഒരു സൂത്രശാലിയായ കുറുക്കൻ ആ കർഷകനെ ശ്രദ്ധിച്ചു. ഇവനെ എങ്ങനെയെങ്കിലും പറ്റിച്ചു കാര്യം നേടണം എന്ന് കരുതി കുറുക്കൻ കർഷകനോട് ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞ് കർഷകൻ എഴുന്നേറ്റു. വിഷമിക്കേണ്ട, ഞാനൊരു ഐഡിയ പറയാം. പഴത്തോട്ടം ഉണ്ടാക്ക്, പൊന്ന് വിളയും. നിനക്ക് കൂട്ടിന് ഞാനുണ്ടാകും. നീ പണിയെടുക്കൂ. അമ്മോ, എന്നെ കൊണ്ട് എന്ത് പറ്റാനാ? പക്ഷേ 24 മണിക്കൂറും കാവൽ ഞാൻ നിന്നോളാം. വിശ്വസിക്കാവോ? വിശ്വാസത്തിന് പുറത്തല്ലേ ഈ ലോകം നടക്കുന്നത് മിത്രമേ. എന്നെ വിശ്വസിക്കാം. ശരി, എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. പെട്ടെന്ന് നോക്കിക്കൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പഴത്തോട്ടം തയ്യാറായി. നിറയെ കായ്ച്ചു നിൽക്കുന്ന പഴങ്ങൾ കണ്ടപ്പോൾ കുറുക്കൻ തന്റെ തനി സ്വഭാവം പുറത്തെടുത്തു. ഐഡിയ എന്റെയാണ്, പഴങ്ങൾ എനിക്കുള്ളതാണ്. എന്റെ ബുദ്ധി ഉപയോഗിച്ച് അവനെ ഗേറ്റിൽ തന്നെ തടഞ്ഞു. പഴങ്ങളെല്ലാം ഞാൻ തിന്നു തീർക്കും. ഹി ഹി ഹി. ഇലകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന വലിയ തണ്ണിമത്തൻ. അതിനു മുൻപിൽ നിന്ന് വീമ്പിളക്കിക്കൊണ്ട് കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു. ഓഹോ, എന്റെ മുഖത്തിൽ അക്കുണ്ട്, എന്റെ നാക്കിൽ കിക്കുണ്ട്. എന്നെ തടയാൻ ആർക്കാണ് കഴിയുക? വെട്ടി വിഴുങ്ങാം ഈ പഴം. അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ കുറുക്കന്റെ ദേഹത്ത് വല വന്നു വീണു. വലയിൽ കുടുങ്ങിയ അയ്യോ അമ്മേ, എവിടുന്നാ ഈ വല? ആരാ വീശിയത് ഈ വല? ഇത് സ്വപ്നമല്ലല്ലോ. സ്വപ്നമല്ല, ഇത് വലയാണ്. ഷോ കാണിക്കാൻ പോയാൽ പണി കിട്ടും. രക്ഷിക്കണേ എന്ന് ഒച്ച വെച്ചാൽ ആരെങ്കിലും കേൾക്കും. വരൂ, ആരെങ്കിലും വരൂ, എന്നെ രക്ഷിക്കൂ. ബമ്പർ ഓഫർ ഉണ്ട്. ആ, ഇതെന്താ ചന്തയിൽ കപ്പലണ്ടി വിൽക്കുന്ന പോലെ ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെയാ? ഇങ്ങനെ ആയാൽ ആര് വരും? വല ആര് മാറ്റും? കരയണോ? രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആരും ഇല്ലേ? ആരും വരില്ലേ? കർഷകനും കർഷകന്റെ ഭാര്യയും വന്നു. വന്നോ മിത്രമേ? കണ്ടോ മിത്രമേ? ഏതോ ഒരുത്തൻ എന്നെ പിടിച്ചു കെട്ടാൻ നോക്കി. ഏതോ ദുഷ്ടൻ എന്റെ മേൽ വല വീശി. വിഡ്ഢിയുമല്ല, ദുഷ്ടനുമല്ല, നിന്റെ മേൽ വല വീശിയ വിരുദ്ധൻ ഞാൻ തന്നെയാണ്. ഞെട്ടിപ്പോയി കുറുക്കൻ. മൂക്കത്ത് വിരൽ വെച്ചു. നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് പറ്റി? കുറുക്കനും തെരുവുനായയും കറി വെക്കാൻ കൊള്ളില്ല. ഇതിന്റെ മേൽ എന്തിനാ വല വീശിയത്? ഈ കർഷകൻ എന്തോ മാറ്റം പോലെ സംസാരിക്കുന്നു. ഇവനും ഇവന്റെ ഭാര്യയും തമ്മിൽ തല്ലുണ്ടാക്കി രസിക്കണം. നാണം അഭിനയിച്ചുകൊണ്ട്. ദേഷ്യപ്പെടാതെ മിത്രമേ, കൊഞ്ചിച്ച് മടിയിലിരുത്തുന്ന പോലെ. സുഹൃത്താണോ അതോ പ്രിയസഖിയാണോ? എന്റെ മേൽ തന്റെ പ്രേമവല വീച്ചുകയാണോ? രൂക്ഷമായി നോക്കി കുറുക്കനെ ഭട്ട് എന്നടിച്ചു കർഷകന്റെ ഭാര്യ. അയ്യോ അമ്മേ! വായടയ്ക്ക്. എന്റെ ഭർത്താവിനെ നോക്കി പ്രേമം പറയുന്നോ? തോലുരിഞ്ഞു മരത്തിൽ കെട്ടിത്തൂക്കി വാലിനെ കഷ്ണം കഷ്ണമാക്കും ഞാൻ. എന്താ വിചാരിച്ചത്? ഇതെന്താ ഇത്? വിചാരിച്ചതൊന്ന്, സംഭവിച്ചത് വേറെ. ഇവർ രണ്ടുപേരും ഭയങ്കര ടാലന്റഡ് ആണല്ലോ. ഇനി എങ്ങനെ പുറത്തു കിടക്കും? ഞാൻ പറയാം. പറ, നമ്മൾ മിത്രങ്ങളല്ലേ? ചെരുപ്പൂരി അടിക്കും. ഇപ്പോൾ സ്നേഹിതൻ എന്ന് പറയും, പിന്നെ സവത്തിയാണെന്ന് പറയും. പല്ല് കൊഴിഞ്ഞു പോകും. എന്താ വിചാരിച്ചത്? അടിച്ചു കൊഴിക്ക്. പല്ലുള്ളത് കൊണ്ടല്ലേ തോട്ടത്തിലെ പഴങ്ങളെല്ലാം തിന്നു തീർത്തത് ഈ കള്ളക്കുറുക്കൻ. ഞാനോ? മുള്ളുവടി വെച്ച് നിന്റെ പുറത്തു കുത്തും. അന്ന് എൻ്റെ അടുത്ത് വന്ന് എന്തു പറഞ്ഞു? പഴത്തോട്ടം ഉണ്ടാക്ക്, പൊന്നു വിളയും, ജീവിതകാലം മുഴുവൻ കാവലിരുന്നോളാം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. കാവലിരിക്കുകയും ചെയ്തു. എന്ത് കാവലാണിയിരുന്നത്? തോട്ടം കാക്കാൻ ഞാൻ വന്ന വേനൽക്കാലത്ത് എങ്ങനെയാ കായ്ക്കുന്നതെന്ന് പറഞ്ഞ് സീതപ്പഴത്തിന്റെ മരം കാണിച്ച് മാമ്പഴം മുഴുവൻ നീ വിഴുങ്ങിയില്ലേ? തണുപ്പ് കാലത്ത് എങ്ങനെയാ കായ്ക്കുന്നതെന്ന് ചോദിച്ചാൽ മാവ് കാണിച്ചിട്ട് സീതപ്പഴം മുഴുവൻ തിന്നു തീർത്തു. ഇന്നലെ നിന്റെ കുറുക്കൻ മർഗത്തിനെ മൊത്തം വിളിച്ച് പാർട്ടി നടത്തിയാണെന്ന് പറഞ്ഞ് തോട്ടം മുഴുവൻ നശിപ്പിച്ചു. ഇതൊക്കെ നിന്നോട് ആരോട് പറഞ്ഞു ഗുരു? ആരാനോ? ആ കുറുക്കന്മാർ തന്നെ. കുറുക്കന്മാരോ? അതായത് എന്റെ വക തിന്നിട്ട് എന്നെ തന്നെ?
ആരുടെ മുതലാ? നിന്റെയോ അതോ എന്റെയോ? പട്ടിയുടെ വാല് വളഞ്ഞായിരിക്കും, കുറുക്കന്റെ ബുദ്ധിയും അങ്ങനെ തന്നെ. ഇവനെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അതിനെ അങ്ങനെ തന്നെ വിട്ടേക്ക്. വെറുതെ വിട്ടാൽ എന്ത് ശിക്ഷ കിട്ടി? ഇവൻ എങ്ങനെ ബുദ്ധി വരും? വിട്ടേക്കാൻ പറഞ്ഞത് വലയിൽ നിന്ന് തുറന്നു വിടാനല്ല, വലയിൽ തന്നെ കിടക്കട്ടെ. കാവലിരുന്ന പോലെയുമാകും. പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തോട്ടം സുരക്ഷിതമായിരിക്കും. അപ്പൊ എന്റെ ഭക്ഷണമോ? ചതിക്കുന്നവർക്ക് ഭക്ഷണം കിട്ടില്ല, കഷ്ടപ്പെടുന്നവർക്ക് ഫലം കിട്ടാതിരിക്കില്ല.